നെക്സ്റ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നാൽ എന്ത്? എല്ലാ ഉൽപ്പാദന ഉപാധികളും സ്വകാര്യ മുതലാളിമാരുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സംവിധാനത്തെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് എല്ലാ ഉൽപ്പാദന ഉപാധികളും സ്വകാര്യ മുതലാളിമാരുടെ ഉടമസ്ഥതയിലായിരിക്കും, സാധാരണക്കാരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ലാഭേച്ഛയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. ലാഭം കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ മാത്രമായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. അതിനാൽ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നും ഇതിനെ പറയുന്നു. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നും പറയുന്നു. അപ്പോൾ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? എല്ലാ ഉൽപ്പാദന ഉപാധികളും സ്വകാര്യ മുതലാളിമാരുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സംവിധാനത്തെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ. അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എല്ലാ ഉൽപ്പാദന ഉപാധികളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എല്ലാ ഉൽപ്പാദന ഉപാധികളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും കേന്ദ്രത്തെ ആസൂത്രണ സമിതി നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്ര ആസൂത്രണ സമിതി നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടക്കുക. ഇത്തരം സമ്പദ് വ്യവസ്ഥയെ കമാൻഡ് എക്കോണമി എന്നും പറയുന്നു. അപ്പോൾ ഈ സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ എന്ത് പറയുന്നു? കമാൻഡ് എക്കോണമി. 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നും പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ഒരേ സമയം നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ഒരേ സമയം നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക ആസൂത്രണം എന്നാൽ എന്ത്? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിനായി മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ സാമ്പത്തിക വിഭവങ്ങൾ വീതം വയ്ക്കുന്ന പ്രക്രിയയാണ് സാമ്പത്തിക ആസൂത്രണം. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിനായി മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ സാമ്പത്തിക വിഭവങ്ങൾ വീതം വയ്ക്കുന്ന പ്രക്രിയയാണ് സാമ്പത്തിക ആസൂത്രണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഏവ? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സാമൂഹ്യനീതി. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ: സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സാമൂഹ്യനീതി. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഘടനാപരമായ മാറ്റം എന്നാൽ എന്ത്? വികസനത്തിൻ്റെ ഗതി അനുസരിച്ച് വിവിധ മേഖലയുടെ പ്രാധാന്യത്തിലുണ്ടാകുന്ന വ്യത്യാസത്തെയാണ് ഘടനാപരമായ വ്യത്യാസം അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത്. വികസനത്തിൻ്റെ ഗതി അനുസരിച്ച് വിവിധ മേഖലയുടെ പ്രാധാന്യത്തിലുണ്ടാകുന്ന വ്യത്യാസത്തെയാണ് ഘടനാപരമായ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ: സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാവർക്കും ലഭ്യമാകണം. ഒന്നാമത്തെ പോയിൻ്റ്, സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാവർക്കും ലഭ്യമാകണം. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ വസ്ത്രം, പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന വിദ്യാഭ്യാസം എന്നിവ ഓരോ പൗരനും ലഭിക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, സംരക്ഷണം, അടിസ്ഥാന വിദ്യാഭ്യാസം എന്നിവ ഓരോ പൗരനും ലഭിക്കേണ്ടതുണ്ട്. ഈ നീതി കൈവരുത്തലാണ് ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം. ഈ നീതികളൊക്കെ കൈവരുത്തലാണ് ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം.